ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള പി എസ് സിയുടെ 65-ാം വാർഷിക വിശേഷാൽ പതിപ്പ് പി എസ് സി ബുള്ളറ്റിൻ ഇറക്കിയ 25,000 GK ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. അത് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇത് 25,000 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാം. കഴിഞ്ഞ 35 വർഷം പി എസ് സി പരീക്ഷകൾ നടന്നിട്ടുള്ള ആവർത്തിച്ച് വന്ന GK ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ ഇന്ന് ഒരു 125 ക്വസ്റ്റ്യൻ, ആദ്യത്തെ 125 ക്വസ്റ്റ്യൻ ഇന്ന് നോക്കാം. ഇതിന് വീഡിയോ ലെങ്ത്ത് ഒരു 20 മിനിറ്റ് ഒക്കെയാണ്. നിങ്ങൾ 2x കേട്ട് പോയാൽ മതി. പിന്നെ വീഡിയോന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യണം. അതേപോലെ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. 125 ക്വസ്റ്റ്യനാണ് ഇന്ന് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 125 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി? ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ഫാത്തിമ ബീവി. രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 58. രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത വിവരിക്കുന്ന ആർട്ടിക്കിൾ 58. 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. 1973 സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ച സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ന്യൂട്ടന്റെ വർണ്ണപമ്പരം വെളുപ്പു നിറത്തിൽ കാണുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരത. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ധനഞ്ജയ് കീർ ആരെയാണ് വിശേഷിപ്പിച്ചത്? ജ്യോതിബ ഫുലെയെ ധനഞ്ജയ് കീർ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഡിയിൽ ഉണ്ടായിരുന്ന ഏക ഭരണ ഘടകം ആൻഡമാൻ നിക്കോബാർ. പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം എത്ര ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്? 165.2. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആലോക് റാവത്ത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി നമ്മൾ നേരത്തെ പറഞ്ഞു, ഫാത്തിമ ബീവി. ഇത് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആലോക് റാവത്ത്. 9ാമത്തെ ക്വസ്റ്റ്യൻ. മികച്ച നടനുള്ള ദേശീയ അവാർഡ് 2013 സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം പങ്കിട്ടത് രാജ്കുമാർ റാവു. ദേശീയ ജലപാത 1 അലഹബാദിനെ ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഹാൽദിയ. ദേശീയ ജലപാത 1 അലഹബാദിനെയും ഹാൽദിയയെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 63 ആർട്ടിക്കിളിലാണ് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്നത്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ടത് എവിടെയാണ്? ഹൈക്കോടതിയുടെ ഡിവിഷണൽ ബെഞ്ച്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായകമായ ഹോർമോൺ പ്രൊജസ്ട്രോൺ. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1993 ഡിസംബർ 3. മതിലുകൾ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച വേഷം? വൈക്കം മുഹമ്മദ് ബഷീർ. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീട്ടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണം. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീടിനകത്ത് പ്രകാശം ലഭിക്കുന്ന പ്രതിഭാസമാണ് വിസരണം. 1825 സത്താറയിൽ ചിറ്റൂർ സിംഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപം റമോസി കലാപം. 1825 റമോസി കലാപം നടന്നത് ചിറ്റൂർ സിംഗിൻ്റെ നേതൃത്വത്തിൽ. മനുഷ്യനിലെ സുഷുമ്നാ നാഡിയുടെ എണ്ണം എത്ര? 31. അമൃതവാണി മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ. മാന്ത്രികൻ്റെ കണ്ണ് എന്ന ചുഴലിക്കാറ്റ് നെപ്റ്റ്യൂൺ. കോശത്തിലെ ട്രാഫിക് പോലീസ് ഗോൾഗി ബോഡീസ്. ലീഗൽ സർവീസ് അതോറിറ്റികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 39A. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അഗ്നികന്യ ബീനാദാസ്. അതേപോലെ അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടെസ്സി തോമസ്. അഗ്നികന്യ ബീനാദാസ്, അഗ്നിപുത്രി ടെസ്സി തോമസ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്തിന് തുല്യമായിരിക്കും? ആറ്റോമിക നമ്പർ. ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗം? ലൈസോസോമാണ് ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. വിവാഹേതര ബന്ധം കുറ്റകരമല്ല എന്ന് പ്രസ്താവിക്കാൻ കാരണമായ കേസ്?
ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ദുവാപാളി കാണപ്പെടുന്നത്? ദുവാപാളി കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിൽ കാണുന്ന ആൽക്കഹോൾ ഈഥെയ്ൻ ആൽക്കഹോളാണ് കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിൽ കാണുന്നത്. മനുഷ്യ ശരീരത്തിലെ എത്രാമത്തെ അവയവമാണ് മെസൻട്രി? 79ാമത്തെ അവയവമാണ് മെസൻട്രി. മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ്. മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശം ഏത്? ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശം ഏത്? ഭരണഘടനാപരമായ പരിഹാരമാർഗങ്ങൾക്കുള്ള അവകാശം. ബോംബിക്കോൾ എന്ന ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി പട്ടുനൂൽ ശലഭം. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് ഏത് ഭൂപ്രകൃതിയിലാണ്? മലനാട്. രാഷ്ട്രപതിക്ക് നിരസിക്കാനോ തിരിച്ചയക്കാനോ സാധിക്കാത്ത ബിൽ. ഭരണഘടനാ ഭേദഗതി ബില്ലാണ് രാഷ്ട്രപതിക്ക് നിരസിക്കാനോ തിരിച്ചയക്കാനോ സാധിക്കാത്ത ബില്ല്. 38ാമത്തെ ക്വസ്റ്റ്യൻ. കാഴ്ചാവർണ്ണങ്ങളിലെ ഘടകമായ റെറ്റിനാളിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. റെറ്റിനാളിൻ്റെ അളവ് കുറയുന്നത് മൂലം നിശാന്തതയാണ് ഉണ്ടാകുന്നത്. കണ്ണടച്ചിരുന്നാൽ പോലും ഒരു ട്രെയിൻ അകന്നു പോകുകയാണോ അടുത്തേക്ക് വരികയാണോ എന്ന് തിരിച്ചറിയാൻ സഹായകമായ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഗ്രീൻപീസ് ആണ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്നത്. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകമായ ഹോർമോൺ പ്രൊലാക്റ്റിൻ. നവധാന്യ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് വന്ദന ശിവയാണ് നവധാന്യ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് ബോയിൽ നിയമം. റിപ്പോ നിരക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശയാണ് റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശയാണ് റിപ്പോ നിരക്ക്. റിപ്പോ നിരക്ക് എന്നാൽ റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശയാണ് റിപ്പോ നിരക്ക്. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് എടുക്കുന്ന പലിശയുടെ നിരക്കാണ് റിവേഴ്സ് റിപ്പോ. പശ്ചിമ തീര സമതലത്തിൻ്റെ വടക്കുഭാഗത്തിൻ്റെ പേര് കൊങ്കൺ തീരം. കൊങ്കൺ തീരം. ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ച വർഷം 2013 നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത്. 2013. ആരുടെ ആഹ്വാനപ്രകാരമാണ് 1977 പ്രതിപക്ഷ പാർട്ടികൾ ജനതാ പാർട്ടി എന്ന പേരിൽ ഒരുമിച്ചത്? ജയപ്രകാശ് നാരായൺ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം എത്ര ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്? 106.5. 106.5 അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം. അടുത്തത്, ഏത് നദിയാണ് കുമയൂൺ ഹിമാലയത്തിൻ്റെയും നേപ്പാൾ ഹിമാലയത്തിനെയും വേർതിരിക്കുന്നത്? കാളി നദി. ഏത് നദിയാണ് കുമയൂൺ ഹിമാലയത്തെയും നേപ്പാൾ ഹിമാലയത്തെയും വേർതിരിക്കുന്നത്? കാളി നദി. സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കാൻ ആർക്കാണ് അധികാരം? സുപ്രീം കോടതിക്ക് തന്നെ. ഏറ്റവും ഉയർന്ന കോടതി, പരമോന്നത കോടതി എന്നൊക്കെ അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അപ്പം സുപ്രീം കോടതി വിധി രണ്ടാമത് നമ്മൾ റിവ്യൂ ചെയ്യാനുള്ള അധികാരവും സുപ്രീം കോടതിക്ക് തന്നെയാണ്. ചൊവ്വാ ദൗത്യത്തിൽ പ്രഥമ ദൗത്യം വിജയിച്ച ആദ്യ രാജ്യം ഇന്ത്യ. 42ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആര്? 42ാം ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് HR ഗോഖലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് 42ാം ഭേദഗതിയാണ്. HR ഗോഖലെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. 42ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെൻറ്റ് പാസ്സാക്കിയത് 1976 നവംബർ 11. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1976 ഡിസംബർ 18. 42ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത് 1977 ജനുവരി 3. ജനുവരി 3 42ാം ഭരണഘടനാ ഭേദഗതി ബില്ല് നിലവിൽ വന്നത്. സൈലന്റ് വാലിയുടെ പ്രാധാന്യം 1847 തിരിച്ചറിഞ്ഞ സസ്യശാസ്ത്രജ്ഞൻ റോബർട്ട് വൈറ്റ്. 1847 സൈലന്റ് വാലിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ സസ്യശാസ്ത്രജ്ഞനാണ് റോബർട്ട് വൈറ്റ്. എത്രാമത്തെ ദേശീയ ജലപാതയാണ് സാദിയ ദുബ്രി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 2 സാദിയ ദുബ്രി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു.
നമ്മൾ ജലപാത 1 പറഞ്ഞല്ലോ, അലഹബാദ് ഹാൽദിയ 1, 2 സാന്തിയ ദുബ്രി. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്ര വയസ്സാണ്? 18 വയസ്സ്. ഗോൾഡൻ ഫൈബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണം. ഹോമോസാപ്പിയൻസിൻ്റെ ആദ്യ ഫോസിലുകൾ ലഭിച്ച രാജ്യം ഫ്രാൻസ്. പുരുഷന്മാരിലെ ബീജോൽപാദനവുമായി ബന്ധപ്പെട്ട ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. ബി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് എവിടെ വെച്ചാണ്? അസ്ഥിമജ്ജ. ബ്രഹ്മോസ് പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും റഷ്യയുമാണ്. ബ്രഹ്മോസ് പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും റഷ്യയും. അതേപോലെ ബി ലിംഫോസൈറ്റ് രൂപപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജ. 1857 വിപ്ലവത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാനാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതിൽ ബറേലിയിൽ നേതൃത്വം നൽകിയ ഖാൻ ബഹദൂർ ഖാൻ. മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷണറി സംഘടന BEM, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. മലബാർ പ്രദേശത്ത് BEM ആണ് സജീവമായി പ്രവർത്തിച്ചത്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് 2010 സലീം കുമാറിനൊപ്പം പങ്കിട്ടത് ധനുഷ്. അവസാനമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ദൗത്യം അപ്പോളോ 17. മുല്ലപ്പെരിയാറിൻ്റെ ലീസ് എഗ്രിമെൻറ്റ് പുതുക്കി നൽകിയത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? സി അച്യുതമേനോൻ. ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയത്? കാവുങ്കോട് ഭാർഗവി. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. 2008 ഓഗസ്റ്റ് 11 കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. ഓസോൺ പാളിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്ന ക്ലോറോ കാർബണിൻ്റെ ഘടകം ക്ലോറിൻ. ചെമ്പിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫറാണ്. വൈകുണ്ഠസ്വാമി ആരുടെ അവതാരമെന്നാണ് പ്രഖ്യാപിച്ചത്? വിഷ്ണുവിൻ്റെ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ മത്സ്യഫെഡ്. ദളിത് വിഭാഗക്കാർക്കുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ജൻധൻ യോജനയാണ്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ദേശീയ ജലപാത 3 കടന്നുപോകുന്ന സംസ്ഥാനം കേരളം. ദേശീയ ജലപാത 3ൻ്റെ നീളം 365. ദേശീയ ജലപാത 3 കടന്നുപോകുന്ന കേരളമാണ്. ദേശീയ ജലപാത 3ൻ്റെ നീളം 365. മരച്ചീനിയിലെ മൊസൈക്ക് രോഗത്തിന് കാരണം വൈറസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന് പുതിയ വ്യാഖ്യാനങ്ങളിലൂടെ കൂടുതൽ മാനങ്ങൾ കൈവന്നതു പ്രകാരമാണ് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു നൂതന ഉപാധിയായി പൊതു താൽപ്പര്യ ഹർജി ഉരുത്തിരിഞ്ഞ ആർട്ടിക്കിളാണ് 21. ഏതൊക്കെ പദ്ധതികളെ സംയോജിപ്പിച്ചാണ് നാഷണൽ ഹെൽത്ത് മിഷന് രൂപം നൽകിയത്? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും. ഏതൊക്കെ പദ്ധതികളെ സംയോജിപ്പിച്ചാണ് നാഷണൽ ഹെൽത്ത് മിഷന് രൂപം വന്നത്? നാഷണൽ ഹെൽത്ത് മിഷന് രൂപം നൽകിയത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും കൂടി സംയോജിച്ചാണ്. ദേശീയ ജലപാത 3 കേരളമാണ്. ദേശീയ ജലപാത 3ൻ്റെ നീളം 365 കിലോമീറ്ററാണ്. അതേപോലെ മൊസൈക്ക് രോഗത്തിന് കാരണം എന്താണ്? വൈറസ്. നാഷണൽ ഹെൽത്ത് മിഷൻ രൂപം നൽകിയത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും കൂടെ സംയോജിച്ചാണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കൻ ഭാഗം അറിയപ്പെടുന്നത്? കോറമൻഡൽ തീരം. പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കൻ ഭാഗം അറിയപ്പെടുന്ന പേരാണ് കോറമൻഡൽ തീരം. ബക്കിംഗ്ഹാം കനാൽ എത്രാമത്തെ ദേശീയ ജലപാതയുടെ ഭാഗമാണ്? ദേശീയ ജലപാത 4. ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്ന കേസ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ മാനുവൽ ഫെഡറിക്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം മംഗളവനം. വെസ്റ്റ് കോസ്റ്റ് കനാലിന് പുറമെ ദേശീയ ജലപാത 3ൻ്റെ ഭാഗമായ കനാലുകൾ
ചമ്പക്കര കനാലും ഉദ്യോഗമണ്ഡൽ കനാലും. വെസ്റ്റ് കോസ്റ്റ് കനാലിന് പുറമെ ദേശീയ ജലപാത 3ന്റെ ഭാഗമായ കനാലുകൾ ഏതൊക്കെയാണ്? ചമ്പക്കര കനാലും ഉദ്യോഗമണ്ഡൽ കനാലും. കർത്തവ്യ ലംഘനം നടത്തിയാൽ പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് ആരാണ്? പ്രസിഡന്റ്. കർത്തവ്യ ലംഘനം നടത്തിയാൽ പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് പ്രസിഡന്റാണ്. സ്വാതന്ത്ര്യാനന്തരം രൂപം കൊണ്ട പാർട്ട് ബി സംസ്ഥാനങ്ങളുടെ തലവൻ ആരായിരുന്നു? രാജപ്രമുഖൻ. ഹാൾ ഹെറാൾഡ് പ്രക്രിയ നിർമ്മിക്കുന്നത്. ഹാൾ ഹെറാൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് അലൂമിനിയം. അലൂമിനിയം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹാൾ ഹെറാൾഡ് പ്രക്രിയ. 1998 മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ടത് അജയ് ദേവ്ഗൺ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തിനെ പറയുന്ന പേരാണ് ആക്കം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതം ആക്കം. ജലം ശുദ്ധീകരിക്കാനായി ഉപയോഗിക്കുന്ന സൗരകിരണം അൾട്രാ വയലറ്റ് രശ്മി. അൾട്രാ വയലറ്റ് രശ്മി ഉപയോഗിച്ചാണ് ജലം ശുദ്ധീകരിക്കുന്നത്. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന വാതകം ഏത്? കാർബൺ മോണോക്സൈഡ്. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സികാരിയായിട്ട് പ്രവർത്തിക്കുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. തമിഴ്, തെലുങ്ക്, മലയാളം, ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നീ 5 ഔദ്യോഗിക ഭാഷയുള്ള ഇന്ത്യൻ ഭരണഘടകം പുതുച്ചേരി. പുതുച്ചേരിയിലുള്ള 5 ഔദ്യോഗിക ഭാഷകളാണ് തമിഴ്, തെലുങ്ക്, മലയാളം, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. തീവ്രപ്രകാശത്തിൽ കണ്ണിലെ കൃഷ്ണമണിക്ക് എന്തു മാറ്റം സംഭവിക്കുന്നു? തീവ്രപ്രകാശം വരുമ്പം കൃഷ്ണമണി ചുരുങ്ങുന്നു. മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മൗസിൻ റാം ഏത് മലനിരകളിലാണ്? ഗാസി മലനിരകളിൽ. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം കാരണം ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ് രോഗം. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം കാരണം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. ആൻഡമാൻ ദ്വീപുകളിൽ ഏറ്റവും ചെറുത് കാർലിയു ദ്വീപ്. ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്ക് ഏത് അനുച്ഛേദത്തിലാണ് ഉള്ളത്? 25, ആർട്ടിക്കിൾ 25. ആമുഖത്തിലാണ് സെക്യുലർ എന്ന വാക്ക് പ്രതിപാദിച്ചിരിക്കുന്നത്. അതുപോലെ ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ ഏത് അനുച്ഛേദത്തിലാണ് സെക്യുലർ എന്ന വാക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് ആർട്ടിക്കിൾ 25 ആണ്. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള മാനക അളവുകളുടെ എണ്ണം 9 അളവുകളിലാണ് ദേശീയ പതാക നിർമ്മിക്കാൻ പറ്റുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അവശിഷ്ടാധികാരങ്ങൾ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയ്. ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനം ലോബയാൻ പ്രസ്ഥാനം. ഇന്ത്യയിൽ തുടങ്ങി പിന്നീട് അത് യൂറോപ്പിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനമാണ് ലോബയാൻ പ്രസ്ഥാനം. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തം യൂറിയ. ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തമാണ് യൂറിയ. ഏതു കേസുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത്? കേശവാനന്ദ ഭാരതി കേസാണ് 1973. വ്യവസായ വിപ്ലവകാലത്ത് മുഖ്യ ഊർജ്ജ സ്രോതസ്സായിരുന്നത് കൽക്കരി. കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തൈറോയിഡ്. കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തൈറോയിഡ്. ജനഗണമനയുടെ പൂർണ്ണ രൂപത്തിന് എത്ര ചരണങ്ങളാണ് ഉള്ളത്? 5 ചരണങ്ങളാണ് ഉള്ളത്. ദേശീയ ജലപാത 2 കടന്നുപോകുന്ന സംസ്ഥാനം അസം. ദേശീയ ജലപാത 2 കടന്നുപോകുന്ന സംസ്ഥാനം അസം. നെഹ്റു ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഹിന്ദു മഹാസഭ നേതാവ്. നെഹ്റു ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഹിന്ദു മഹാസഭ നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജി. വെള്ളായണി ഹ്രസ്വ എന്തിൻ്റെ ഇനമാണ്? മരച്ചീനിയാണ് വെള്ളായണി ഹ്രസ്വ. വെള്ളായണി ഹ്രസ്വ മരച്ചീനിയാണ്. ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ അയോഗ്യതയ്ക്ക് കാരണമാകുന്ന നേത്രരോഗം വർണ്ണാന്ധത. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ നീലവൃത്തം. നീലവൃത്തമാണ് ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ. തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഗുജറാത്ത്. തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. 19ാം നൂറ്റാണ്ടിലെ കേരളം എന്ന ബുക്ക് രചിച്ചത് ഭാസ്കരനുണ്ണി. ഭാസ്കരനുണ്ണിൻ്റെ ബുക്കാണ് 19ാം നൂറ്റാണ്ടിലെ കേരളം. ട്രക്കിംഗ് കേന്ദ്രമായ സീതാർകുണ്ട് ഏത് ജില്ലയിലാണ്? സീതാർകുണ്ട് പാലക്കാട് ജില്ലയിൽ.
ദേശീയ ജലപാത 1-ന്റെ നീളം എത്ര കിലോമീറ്ററാണ്? 1620. ദേശീയ ജലപാത 1-ന്റെ നീളം 1620. ആഹാരത്തിലൂടെ ശരീരത്തിൽ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം. ശരീരത്തിൻ്റെ കേടുപാടുകളൊക്കെ തീർക്കുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ. ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. രാജ്യത്തെ ആദ്യത്തെ എയ്ഡഡ് സാക്ഷരതാ ജില്ല പാലക്കാട്. രാജ്യത്തെ ആദ്യത്തെ എയ്ഡഡ് സാക്ഷരതാ ജില്ലയാണ് പാലക്കാട്. റബ്ബർ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായകമായ ഹോർമോൺ എഥിലിൻ. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്? ആന്ധ്രാപ്രദേശ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആന്ധ്രാപ്രദേശിലാണ് നടത്തുന്നത്. ഏത് വിറ്റാമിനാണ് വൈറ്റമിൻ എച്ച്, കോ എൻസൈം ആർ എന്നിങ്ങനെ അറിയപ്പെടുന്നത്? വൈറ്റമിൻ 7. വൈറ്റമിൻ 7 ആണ്. വൈറ്റമിൻ B7 ആണ്. വൈറ്റമിൻ B7 ആണ്. വിറ്റാമിൻ എച്ച്, കോ എൻസൈം ആർ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. വൈറ്റമിൻ B7 ആണ്. വിറ്റാമിൻ എച്ച്, കോ എൻസൈം ആർ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. വാർലി എന്ന ഗോത്രവിഭാഗം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ് വാർലി എന്ന ഗോത്രവിഭാഗം. വാർലി എന്ന ഗോത്രവിഭാഗം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. വിസ്തീർണത്തിൽ 2-ാം സ്ഥാനത്തുള്ള കേന്ദ്രഭരണ പ്രദേശം? ജമ്മു ആൻഡ് കാശ്മീർ. ഇപ്പം ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമല്ല, ഇത് മുന്നത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സ്നാനയാത്ര എന്ന ആഘോഷം നടക്കുന്ന സംസ്ഥാനം? ഒഡീഷ. സ്നാനയാത്ര എന്ന ആഘോഷം നടക്കുന്ന സംസ്ഥാനം ഒഡീഷ. ജലം നിറച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം. ജലം നിറച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന പ്രതിഭാസം കൊണ്ടാണ്. ജലം നിറച്ചു വെച്ചിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ അടിയിൽ ഒരു നാണയം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആ നാണയം കുറച്ച് ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. അതിന് കാരണം അപവർത്തനം എന്ന പ്രതിഭാസമാണ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 125 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പം ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.